ഇതാദ്യമായാണ് ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിയത്. പള്ളിയോട് സേവാസംഘം ഭാരവാഹികളും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചേർന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. നിലവിളക്കിൽ ദീപം പകർന്ന് അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ ഉദ്ഘാടന കർമ്മം സുരേഷ് ഗോപി നിർവഹിച്ചു. തുടർന്ന് തൂശനിലയിൽ അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ വിഭവങ്ങൾ വിളമ്പി. മന്ത്രി വീണ ജോർജ് വിശിഷ്ടാതിഥിയായിരുന്നു. തന്റെ കുലദൈവമാണ് ആറന്മുള പാർത്ഥസാരഥി. താൻ ആറന്മുളയുടെ മരുമകനാണ്. എന്റെ കുലദൈവമാണ്, കുടുംബത്തിന്റെ മരുമകൻ. അഷ്ടമിരോഹിണിക്ക് വന്നിട്ടില്ല, പക്ഷേ വള്ളസദ്യക്ക് വന്നിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. വള്ളസദ്യ നടത്തിയിട്ടുണ്ടെന്ന്. അഷ്ടമിരോഹിണിക്ക് വന്നിട്ടില്ല. അതെ, അഷ്ടമിരോഹിണി മറ്റ് പ്രദേശങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ്. അതെ, എല്ലായിടത്തും ഗുരുവായൂർ ഭയങ്കര തിരക്കാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്രാവശ്യം അത്ഭുതപൂർവമായ തിരക്കാണ്. പള്ളിയോടങ്ങളിൽ എത്തിയ കരക്കാർക്ക് പ്രത്യേകം തയ്യാറാക്കിയ പന്തലുകളിലും മറ്റു ഭക്തർക്ക് ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിലുമാണ് അഷ്ടമിരോഹിണി വള്ളസദ്യ ക്രമീകരിച്ചിരുന്നത്. ആറന്മുള അമ്പലത്തിൽ തന്നെ വന്ന് നമുക്കൊരു ഭക്ഷണം, ഒരു നേരം ചോറ് അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ പറ്റുന്നതിന് ഒരു വലിയൊരു സുഹൃതമായിട്ടാണ് കരുതുന്നത്. ഭഗവാൻ നമ്മുടെ കൂട്ടത്തിലെ ഒരാളായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നാണ് ഒരു വിശ്വാസം. അതാണ് അതിൻ്റെ വിശ്വാസം. നമ്മുടെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈ ഭക്തന്മാർക്കിടയിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു സങ്കല്പമാണ്. ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ ദിനം ഭഗവാൻ ഭക്തനോടൊന്നിച്ച് സദ്യ കഴിക്കുന്നു എന്നാണ് വിശ്വാസം. 250 പറ അരിയുടെ സദ്യയാണ് തയ്യാറാക്കിയത്. അമ്പലപ്പുഴ പാൽപ്പായസം, ചേനപ്പാടി പാളത്തേരി ഉൾപ്പെടെ വിഭവങ്ങളാണ് വള്ളസദ്യയിൽ വിളമ്പിയത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കായിരുന്നു അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക്. ഭഗവാനും ഭക്തനും ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ണുന്നു എന്നാണ് അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ വിശ്വാസം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.